ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ മുറ്റത്ത് കുറേ തേങ്ങ കിടന്നായിരുന്നു. മലയ്ക്ക് പോണ സമയത്ത് ഇട്ടിട്ടുള്ള തേങ്ങയാണിത്. ഇപ്പോൾ കുറേ വെള്ളം വറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ വെള്ളം വറ്റിയതും വറ്റാത്തതൊക്കെ തരം തിരിച്ചിട്ടു. വെള്ളം വറ്റിയ തേങ്ങ മുഴുവനും പൊളിച്ചിട്ട് കൊപ്രയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആട്ടിയ കുറച്ച് ദിവസത്തേക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിനുള്ള പുറപ്പാടാണെന്ന്. അപ്പോൾ ഞാൻ പാര ആദ്യം തന്നെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. പാര കുറച്ച് വളഞ്ഞിട്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ചുറ്റിയൊക്കെ എടുത്തിട്ട് അടിച്ച് നിവർത്തി എടുത്തു കേട്ടോ. ഇന്നും എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ലച്ചു തന്നെയാണേ. ലച്ചു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് ഓരോ സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് പൊളിച്ച് വെയിലത്ത് വെച്ചാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് കൊപ്രയായി കിട്ടും, എത്ര ദിവസം കൊണ്ട് ഇത് വെളിച്ചെണ്ണയാക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊളിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവൾ അതിൻ്റെ കാനൊക്കെ നോക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഇത് നല്ല വലിയ തേങ്ങയാണെന്നൊക്കെ. വെള്ളം വറ്റിപ്പോയത് അധികവും ചെറിയ തേങ്ങകളായിരുന്നു. ചെറിയ തേങ്ങ വേഗം വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. പിന്നെ ഒരു തെങ്ങുമ്മലെ തേങ്ങ നിറച്ചും കൂരി തേങ്ങകളാണ്. അത് ചിരകാനൊന്നും പറ്റില്ല. നമ്മൾ ചിരകണ സമയത്ത് നമ്മുടെ കൈ തന്നെ മുറിഞ്ഞു പോരും, അത്രയ്ക്ക് ചെറിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ കുറേ പൊളിച്ച സമയത്ത് ലച്ചു എനിക്കൊരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്നു. ഞാൻ അവളോട് ചായ സൂപ്പറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പൊളിച്ചിട്ട തേങ്ങയൊക്കെ അവൾ ഒതുക്കി ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന പണികളുടെ ഇടയിൽ അവൾ എന്നെ സഹായിക്കാനും കൂടാറുണ്ട്. അപ്പോൾ തേങ്ങ പൊളിക്കണതിൻ്റെ ഇടയിൽ ഒരു മുളച്ച തേങ്ങയും കിട്ടി. മുളച്ച തേങ്ങ പൊളിച്ച അതിൻ്റെ ഉള്ളിൽ എന്തായാലും പൊങ്ങുണ്ടാവും. അത് കണ്ടപ്പോൾ ലച്ചുവിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അവൾ എനിക്ക് വെട്ടുകൊത്തിയൊക്കെ എടുത്തുകൊണ്ട് തന്നു. എന്നിട്ട് ഞങ്ങൾ വെട്ടി നോക്കി. അപ്പോൾ വലിയ പൊങ്ങ് തന്നെയായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഉണ്ടായിരുന്നു. ഞാനത് മുറിച്ചിട്ട് ആദ്യത്തെ കഷ്ണം തന്നെ അവൾക്ക് കൊടുത്തു. അവൾ അതിന്നൊരു കഷ്ണം അച്ചുവിനും കൊടുത്തു. പൊങ്ങ് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും അച്ചും ഓടി വന്നു കേട്ടോ. പിന്നെ ഞാൻ വെട്ടുകത്തിക്ക് തീരെ മൂർച്ചയില്ലാത്ത കാരണം അത് കല്ലുമ്മ ഒന്ന് തേച്ചിട്ട് മൂർച്ചയാക്കി എടുത്തു കേട്ടോ. കാരണം പാരയമ്മ പൊളിക്കാൻ പറ്റാത്ത കുറേ തേങ്ങ ഉണ്ടായിരുന്നു. ആ തേങ്ങ വെട്ടുകത്തി കൊണ്ട് ഞാൻ വെട്ടി പൊളിച്ചു നോക്കി. പക്ഷെ ആദ്യത്തെ തേങ്ങ തന്നെ അതിൻ്റെ ഉള്ളിൽ നാശമായ തേങ്ങയായിരുന്നു, ഒന്നിനും പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ കളയും ചെയ്തു. പോയിട്ട് എനിക്കൊരു ചോക്ലേറ്റും കൂടി എടുത്തോണ്ട് തന്നു കേട്ടോ. ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓരോരോ സാധനങ്ങൾ അവൾ തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. എടുത്തോണ്ട് വന്നിട്ട് എന്നെ ഇടുക്കി എന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഒരു കഷ്ണം ഞാനും കൊടുത്തു, ഒരു കഷ്ണം അവൾക്കും കൊടുത്തു. തേങ്ങ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പൊളിച്ചപ്പോൾ കൊപ്രയുടെ നടു തന്നെ പൊളിഞ്ഞു പോകുന്നൊരു കഷ്ണവും കിട്ടിയിട്ടോ. പിന്നെ ലാസ്റ്റ് ഈ പണിയൊക്കെ തീരുമ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പണിയായിരുന്നു. 75ഓളം തേങ്ങ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നാശമായതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. പിന്നെ ആ സൈഡിൽ ഞാൻ അവിടെ കൂട്ടിയിടുക ചെയ്തു കേട്ടോ. കാരണം 7:30 ആയ സമയമായതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ കൂട്ടിച്ചു. ബാക്കിയൊക്കെ അടിച്ചു വാരി കോരി കളയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാലോ കേട്ടോ.